അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്ന് കണ്ടില്ലേ, അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ കഴിക്കുന്ന ഭക്ഷണം 1000 നാണയം, വിരുന്നുകാരെ ആദരിക്കൽ, ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, കുടുംബ ബന്ധം പുലർത്തുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചോദ്യം നല്ലപോലെ വായിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ് എന്നാണ്. അതിൽ അവസാനത്തെ ആ പാരഗ്രാഫിൽ അവസാനത്തെ ഓപ്ഷൻ കണ്ടില്ലേ, കുടുംബ ബന്ധം പുലർത്തുന്നത്, അതാണ് അതിൻ്റെ ഉത്തരം. അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ് എന്ത്? കുടുംബ ബന്ധം പുലർത്തുന്നത്. ഈമാനിൻ്റെ ഭാഗമാണ്. എന്താണ് ഈമാനിൻ്റെ ഭാഗം? വിരുന്നുകാരെ ആദരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. ആ ബ്രാക്കറ്റിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷന്. മൂന്നാമത്തെ ചോദ്യം ഹലാലും ത്വയ്യിബുമായിരിക്കണം. അപ്പോൾ എന്ത് എന്നുള്ള ചോദ്യം വന്നു. എന്താണ് ആയിരിക്കേണ്ടത്? കഴിക്കുന്ന ഭക്ഷണം, ആദ്യത്തെ ഓപ്ഷൻ തന്നെ. നാലാമത്തത് നല്ല അയൽപ്പക്കത്തിനുള്ള വിലയായിരുന്നു. ആ അബ്ദുറഹ്മാൻ ബിൻ മുബാറക് റളിയല്ലാഹുവിന്റെ പാടുണ്ടല്ലോ, നല്ല അയൽപ്പക്കത്തിനുള്ള വിലയായിരുന്നു 1000 നാണയം എന്നാണ് എഴുതേണ്ടത് കേട്ടോ, രണ്ടാമത്തെ ഓപ്ഷൻ. അഞ്ചാമത്തെ ചോദ്യം തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്നവിടെ എഴുതി കൊടുക്കുക. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലു ആഖിറു എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹി അവ്വലു ആഖിറു എന്ന് എഴുതി കൊടുത്താൽ മതി. രണ്ടാമത്തത് 2 വീതം എഴുതാനാണ്. ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ. ഒരുപാട് മാർഗങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ 2 എഴുതുക. ഒന്നാമത്തത് അവർക്ക് സ്വതക്ക ചെയ്യുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ 2 കാര്യങ്ങൾ എഴുതിയാൽ മാർക്ക് കിട്ടും. അവർക്ക് സ്വതക്ക ചെയ്യുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അപ്പോഴാണ് എന്ത്? കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ നിന്ന് 2 പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം അയൽവാസിയോടുള്ള കടമകൾ എന്തൊക്കെയാണ്? നമ്മുടെ അയൽവാസിയോടുള്ള കടമകൾ എന്തൊക്കെ? അത് 2 എഴുതിയാൽ മതി. ഒന്ന്, അവരെ വേദനിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തത് അവരെ ബഹുമാനിക്കുക. അവരെ വേദനിപ്പിക്കാതിരിക്കുക. 2, അവരെ ബഹുമാനിപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളാണ്. ഒരുപാട് മര്യാദകൾ ഫിഖ്ഹിൽ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, 6ാമത്തെ പാഠം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ എന്തൊക്കെ? ദുറൂസിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്? 1, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. രണ്ടാമത്തത് ഇരുന്നു കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, എടുത്തു നിന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മൂന്നാമത്തത് ഉത്തരം എഴുതാനാണ്. ആരാണ് കുടുംബക്കാർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രക്തബന്ധമുള്ളവർ എന്ന് മാത്രം എഴുതാതെ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ എന്ന് എഴുതി വെക്കുക. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. രണ്ടാമത്തെ ചോദ്യം അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ ആ മഹാപണ്ഡിതനാരാണ്? അതിൻ്റെ ഉത്തരം അബ്ദുല്ലാഹ് ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താ? ഭക്ഷണം കഴിക്കുന്നത് നല്ല പുണ്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത് അതിൻ്റെ രീതിയിൽ എഴുതി വെക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന നിയ്യത്തുണ്ടായാൽ ഭക്ഷണം കഴിക്കുന്നത് പോലും ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമായി മാറും. നാലാമത്തത് വീട്ടുകാർ വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ? അതിൻ്റെ ഉത്തരം പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. ആ പാഠഭാഗത്തിൽ കുറച്ച് ഡോട്ട് ഇട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണമെന്ന്. ഇനി നാലാമത്തെ ചോദ്യം പൂർത്തിയാക്കാനാണ്. കുടുംബ ബന്ധം പുലർത്തിയാൽ എന്താ പൂർത്തിയാക്കേണ്ടത്? കുടുംബ ബന്ധം പുലർത്തിയാൽ റിസ്ഖ് വിശാലമാകും, അല്ലേ? റിസ്ഖ് എന്നവിടെ എഴുതി കൊടുക്കണം. ഇനി തൊട്ടപ്പുറത്തോ ആയുസ് കൂടും, അപ്പം അപ്പുറത്ത് ആയുസ് എന്ന് എഴുതി വെക്കണം. രണ്ടാമത്തെ ചോദ്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ പൂരിപ്പിക്കാൻ നബി തങ്ങളെ ഹദീസില്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ
പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾ എഴുതണം കേട്ടോ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ പൂർണ്ണ വിശ്വാസി ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത് ചോദിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ, ബാക്കി പൂരിപ്പിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി, അതാണ് ഇവിടെ എഴുതുന്നത്. ബാക്കിയോടെ കൊടുത്തിട്ടുണ്ട് മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണത്. അൽഹംദുലില്ലാഹില്ലദീ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എങ്ങനെ എഴുതാ? അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇനി ലാസ്റ്റത്തത്, നാലാമത്തത്, വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ. ആ പാട്ടുണ്ടല്ലോ, വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം, അതെഴുതി വെക്കുക കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നത് സാരം എഴുതാനാണ്. സാരം എന്ന് പറഞ്ഞ അർത്ഥം എഴുതുക എന്നാണ് അർത്ഥം. ചോദ്യം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. അത് കറക്റ്റ് വായിക്കുക, എന്താണ് പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. ലൈഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിഥി എന്ന് ഓർമ്മ വരണം, അയൽവാസി എന്നല്ല. അതിഥി എന്ന് ഓർമ്മ വരണം. അയൽവാസിക്ക് ജാറ് എന്നാണ് പറയുക അറബിയിൽ. ലൈഫ് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം, അല്ല അതിഥി എന്നാണ് അർത്ഥം. അതിഥി, കുടുംബമല്ല. അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ സാര അർത്ഥം ചെയ്താൽ? അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ ഫല്യുക്രിം ളൈഫഹു, എൻ്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. എഴുതുക, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അയൽവാസിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഓക്കെ.